കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഫീലാണ്. ക്രിക്കറ്റേഴ്സും ക്രിക്കറ്റ് ഫാൻസിന് ഏറ്റവും നല്ലൊരു സ്റ്റേജാണ് ഒരുക്കിയിട്ടുള്ളത്. കേരള ക്രിക്കറ്റ് കുറച്ചുകൂടെ ഒന്ന് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ KCL നൽകുന്നത്. നമ്മുടെ വിഘ്നേഷ് പുത്തൂർ പോലെ ഒരാൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ഹിഡൻ ടാലൻ്റ് ആയിരുന്നു. പക്ഷേ ആ KCL കളിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി മുംബൈ ഇന്ത്യൻസ് ടീമിലൊക്കെ വന്നത്, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സ്പിന്നറായി മാറിയത്. ഇവിടെ ലാലേട്ടൻ നമ്മുടെ ലീഗിൻ്റെ അംബാസഡറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലീഗാണ്, അപ്പോൾ ഇത് നമ്മളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു വലിയ സംഭവം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും പാട്. KCL സീസൺ 2 ഇതപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. സഞ്ജു ആദ്യമായിട്ട് KCLൻ്റെ ഭാഗമാവുന്നു. സഞ്ജു കളിക്കാൻ പോകുന്നത് ഏട്ടൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ്. അപ്പോൾ KCL സഞ്ജുവിൻ്റെ ഒരു എൻട്രി എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് കാണുന്നത്? എൻട്രി ഉറപ്പായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം കളിക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം വേറെ കുറേ മാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് ലോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് KCL റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ സമ്മതിച്ചു, കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മുടെ KCL സെക്രട്ടറി വിനോദ് സാർ പറഞ്ഞായിരുന്നു, സഞ്ജു ഈ വർഷം ഒന്ന് കളിച്ചൂടെ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ഉറപ്പായിട്ടും KCL നമുക്ക് ഇത്രയും വർഷമായിട്ട് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും കുറേ അപ്സ് ആൻഡ് ഡൗൺസ്, ഒരു ലോങ് റിലേഷൻ ആകുമ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിനോദ് സാറ് പറഞ്ഞിരുന്നു ഈ വർഷം കളിച്ചാൽ കൊള്ളായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സാർ കളിച്ചിരിക്കുക എന്നുള്ളൊരു ഫീൽ വന്നിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് ലീഗ് നടക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഫീലാണ്. ക്രിക്കറ്റേഴ്സും ക്രിക്കറ്റ് ഫാൻസിന് ഏറ്റവും നല്ലൊരു സ്റ്റേജാണ് ഒരുക്കിയിട്ടുള്ളത്. കേരള ക്രിക്കറ്റ് കുറച്ചുകൂടെ ഒന്ന് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ KCL നൽകുന്നത്. അപ്പോൾ അത് ഈ കളിക്കുന്ന പ്ലേയേഴ്സിനും കളി കാണാൻ വരുന്ന കുറേ സപ്പോർട്ടേഴ്സിനും എല്ലാവർക്കും വലിയൊരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ വർഷം നടത്തിയ രീതി ഭയങ്കര നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. നല്ല ഓർഗനൈസേഴ്സാണ് നടത്തുന്നത്. പിന്നെ അതിന് കുറേ നല്ല ടാലൻറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വിഘ്നേഷ് പുത്തൂർ പോലെ ഒരാൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ഹിഡൻ ടാലൻ്റ് ആയിരുന്നു. പക്ഷേ ആ KCL കളിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി മുംബൈ ഇന്ത്യൻസ് ടീമിലൊക്കെ വന്നത്, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സ്പിന്നറായി മാറിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിലുള്ളത് നമ്മളെല്ലാവരും ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ വർഷങ്ങൾ മുമ്പ് ബാക്കി നാട്ടിലൊക്കെ KCL നടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമാണ്, എന്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ KCL ഉള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് നടത്തിയ ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നടക്കും നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ലീഗിൻ്റെ അംബാസഡറായിട്ട് വന്നിട്ടുണ്ട്. കുറേ നമ്മുടെ സിനിമയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലീഗിൻ്റെ ചാമ് വലുതായിട്ട് മുകളിലോട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരു പരിപാടി കഴിഞ്ഞ് KCLൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ലീഗാണ്, അപ്പോൾ ഇത് നമ്മളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു വലിയ സംഭവം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും പാട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിലെല്ലാ ക്രിക്കറ്റ് ഫാൻസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെയും ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് KCLനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ.